മനോഹരമായ അക്ഷരങ്ങളെ ചിത്രങ്ങളാക്കി മാറ്റുന്ന കാലിഗ്രഫി എന്ന വിസ്മയം അതിൻ്റെ അനന്ത സാധ്യതകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്റർനാഷണൽ കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരള. ലും 2022 തിരുവനന്തപുരത്ത് നടന്ന നാഷണൽ കാലിഗ്രഫി മീറ്റിന്റെ തുടർച്ചയായാണ് ഇപ്രാവശ്യത്തെ ഇന്റർനാഷണൽ കാലിഗ്രഫി ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടക്കുന്നത്. 16-ലധികം കാലിഗ്രഫി കലാകാരന്മാരാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കാലിഗ്രാഫി വളരെ സജീവമാണെങ്കിലും എന്തുകൊണ്ടാണെന്നറിയില്ല, തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കാലിഗ്രാഫിക്ക് വേണ്ടത്ര പ്രചാരം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ 100% സാക്ഷരതയുള്ള നമ്മൾ അക്ഷരം കൊണ്ടുള്ള ഈ കലാരൂപത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്നെനിക്ക് തോന്നിയ ആ ഒരു ചിന്തയിൽ നിന്നാണ് കാലിഗ്രാഫിക്ക് വേണ്ട പ്രചരണം കൊടുക്കാൻ വേണ്ടി ധാരാളം പരിപാടികൾ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഉള്ള ഒരു പരിപാടിയായിട്ട് മാത്രമേ ഇതിനെ കണ്ടിട്ടു. ഒരു അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവൽ ആകുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കാലിഗ്രാഫർമാർ വരും. അവരുടെ അനുഭവങ്ങളും അവരുടെ അറിവും പങ്കിടുകയും ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മലയാളികൾക്കുമെല്ലാം അത് വേണ്ടത്ര പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായി തോന്നിയാകും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിരുന്നത്. കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ ഇന്റർനാഷണൽ കാലിഗ്രഫി ഫെസ്റ്റിവൽ എന്ന മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. വ്യവസായ മന്ത്രി പി രാജീവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. In the modern world, it's like evolving in too much way. Like it's a digital era, this one. So we used to do calligraphy manually, but today is like there are lots of technical things like iPad and it's so many things, digital calligraphy. So as a graphic designer, I'm also a calligrapher and graphic designer. So I use Procreate to make it calligraphy faster. So it's very important and it's getting a big role in coming years or in a days. ഇന്ത്യയിൽ നിന്നുകൂടാതെ ഫ്രാൻസ്, ജർമ്മനി, ഇറാൻ, വിയറ്റ്നാം എന്നീ രാജ്യത്തു നിന്നുള്ള കലാകാരന്മാരും പരിപാടിയുടെ ഭാഗമായി. Je trouve que c'est toujours intéressant de partager ce que c'est la calligraphie. Il y a beaucoup de monde qui ne connaissent pas la calligraphie et ça reste quand même un des moyens de communication. Alors du coup, de pouvoir exposer à travers le monde, c'est très important. Et pour moi, la meilleure expérience, c'est ceci, c'est communiquer. Voilà, que je sois au Japon, un peu partout, ça reste toujours pareil. Mais si je dois donner un lieu, je sais pas, il y a eu tellement de lieux d'exposition. Pour moi, c'est égal. Voilà. പ്രദർശനങ്ങൾ കൂടാതെ ചർച്ചകൾ, ശില്പശാല, പ്രഭാഷണം, നൃത്തം, മാജിക് എന്നീ വിനോദവും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. And just moving it in this axis. Similar to that, without adding any curves, just creating a geometric shape. Same tool, but again the different shapes you can. കേരള സർക്കാരിൻ്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പും കേരള ലളിതകലാ അക്കാദമിയും കച്ചടദബ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടി കൊച്ചിയിലെ ദർബാർ ഹാളിൽ ഒക്ടോബർ 2 തുടങ്ങി ഒക്ടോബർ 5 സമാപിക്കും. കാലിഗ്രഫി അടുത്തറിയാനും കാലിഗ്രഫി എന്ന അക്ഷരകലയെ ഇഷ്ടമുള്ളവർക്കും താല്പര്യമുള്ളവർക്കും ഒത്തുകൂടാനുള്ളൊരു തുറന്ന വേദിയാണ് ഇത്തവണത്തെ ഇന്റർനാഷണൽ കാലിഗ്രഫി ഫെസ്റ്റിവൽ. ക്യാമറ പേഴ്സൺ സെൻട്രൽ സൈമനോടൊപ്പം നന്ദു കൃഷ്ണൻ, SS ന്യൂസ്, കൊച്ചി.